ഒഫേലിയ സാവധാനം ഹാംലെറ്റിൻ്റെ അടുത്തേക്ക് നടന്നെടുത്തു. എന്നിട്ട് പിതാവ് ആവശ്യപ്പെട്ടതുപോലെ അവൾ മൊഴിഞ്ഞു. "അങ്ങ് എന്നിൽ ചൊരിഞ്ഞ സ്നേഹം തിരിച്ചു തരാനായി ഞാൻ എത്തിയതാണ്." "ഞാൻ നിനക്ക് ഒന്നും നൽകിയിട്ടില്ല," കോപത്തോടെ ഹാംലെറ്റ് തിരിച്ചടിച്ചു. "സൗന്ദര്യം എത്ര വഞ്ചനാപൂർണമാണ്!" ഹാംലെറ്റ് നിരീക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ കാഠിന്യം വർദ്ധിച്ചു. "ഹേയ്, നീ ഒരു സന്യാസിനി മഠത്തിൽ ചേർന്ന് കന്യകയായി ജീവിക്കൂ. നിരവധി പാപികളെ ജനിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് അതാണ്," ഹാംലെറ്റ് പുച്ഛത്തോടെ ഒഫേലിയയോട് പറഞ്ഞു. "നിങ്ങൾ പുരുഷന്മാരെ ഭീകരരാക്കുന്നു. നിങ്ങൾ മുഖത്ത് നിറം പൂശി മറ്റുള്ളവരെ വഞ്ചിക്കുന്നു." സ്ത്രീലോകത്തിനോടുള്ള വെറുപ്പ് ഹാംലെറ്റിൻ്റെ വാക്കുകളിൽ പ്രകടമായിരുന്നു. "എല്ലാ വിവാഹങ്ങളും നിർത്തലാക്കിയിരുന്നുവെങ്കിൽ," പൊതുവായി മനുഷ്യകുലത്തെയും പ്രത്യേകിച്ച് സ്ത്രീകളെയും ശപിച്ചുകൊണ്ട് ഹാംലെറ്റ് പറഞ്ഞു. ഹാംലെറ്റ് ഒരു കൊടുങ്കാറ്റ് പോലെ പുറത്തേക്ക് നീങ്ങിയപ്പോൾ ഒഫേലിയ വിലപിക്കുവാൻ തുടങ്ങി. ആ കുലീനമായ മനസ്സ് ഭ്രാന്തിൻ്റെ നിയന്ത്രണത്തിലായല്ലോ. മറഞ്ഞുനിന്ന് ഈ രംഗങ്ങൾ വീക്ഷിച്ചു കൊണ്ടിരുന്ന ക്ലൗഡിയസും പൊളോണിയസും പുറത്തു വന്നു. ഹാംലെറ്റിൻ്റെ ഭ്രാന്ത് ഒഫേലിയയോടുള്ള പ്രേമനൈരാശ്യത്തിൽ നിന്നല്ല. ക്ലൗഡിയസ് നിഗമനത്തിലെത്തി. ഹാംലെറ്റിൻ്റെ മനസ്സിൽ വിഷാദം നിറഞ്ഞിരിക്കുന്നു. അയാൾക്കത് ശരിക്കും മനസ്സിലായി. "ഞാൻ ഹാംലെറ്റിനെ ഇംഗ്ലണ്ടിലേക്ക് അയക്കുന്നു." "എന്തിന്?" ക്ലൗഡിയസിൻ്റെ അഭിപ്രായം കേട്ട് ജൈത്രൂദിന് സംശയമായി. "സാഹചര്യം മാറുമ്പോൾ ഹാംലെറ്റിൻ്റെ വിഷാദം കുറഞ്ഞേക്കാം." എന്നാൽ പൊളോണിയസ് ഉറച്ചു വിശ്വസിക്കുന്നത് ഒഫേലിയയുമായുള്ള ബന്ധം തകർന്നതാണ് ഹാംലെറ്റിനെ മനോരോഗിയാക്കിയതെന്നാണ്. ജൈത്രൂദിനെ ഹാംലെറ്റിൻ്റെ അടുത്തേക്ക് അയച്ച് രഹസ്യമായി അത് നിരീക്ഷിക്കുവാനും പൊളോണിയസ് പദ്ധതിയിട്ടു. ക്ലൗഡിയസിനും അത് സ്വീകാര്യമായിരുന്നു. "മഹാന്മാരുടെ ഭ്രാന്ത് വളരെ ശ്രദ്ധയോടെ നിരീക്ഷിക്കണം," ക്ലൗഡിയസ് അസ്വസ്ഥതയോടെ പറഞ്ഞു. ഹാംലെറ്റിൻ്റെ പെരുമാറ്റം ക്ലൗഡിയസിനെ ഭയപ്പെടുത്തുന്നുണ്ടായിരുന്നു. അന്നു വൈകുന്നേരം കൊട്ടാരത്തിലെ വിശാലമായ ഹാളിൽ നിന്ന് ആരവങ്ങൾ ഉയർന്നു. "നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്," ഹാംലെറ്റ് താൻ രചിച്ച ഡയലോഗുകൾ ഓരോരുത്തർക്കായി പറഞ്ഞുകൊടുക്കുകയാണ്. "ഹാംലെറ്റ്!" വാതായനത്തിന് സമീപത്ത് നിന്ന് ഒരു വിളി ഉയർന്നു. ഹാംലെറ്റ് ആകാംക്ഷയോടെ തല ഉയർത്തി നോക്കി. അതാ തൻ്റെ സ്നേഹിതൻ ഹൊറോഷിയോ. "സ്വാഗതം സുഹൃത്തേ." ഹാംലെറ്റിൻ്റെ വാക്കുകളിൽ ആഹ്ലാദം നിറഞ്ഞു നിന്നു. "ഹൊറോഷിയോ, എൻ്റെ ചങ്ങാതിമാരിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആദരിക്കുന്നത് താങ്കളെയാണ്." "ഹോ, അതിന് എന്നിൽ എന്തിരിക്കുന്നു?" ഹൊറോഷിയോ അത്ഭുതത്തോടെ ചോദിച്ചു. "താങ്കളുടെ മനോനിയന്ത്രണം, മിതത്വം എന്നിവയൊക്കെ മറ്റുള്ളവർക്ക് മാതൃകയാണ്." തന്നിലെ നല്ല ഗുണങ്ങൾ ചൂണ്ടിക്കാണിച്ചതിന് ഹൊറോഷിയോ ഹാംലെറ്റിനോട് നന്ദി പറഞ്ഞു. "നിങ്ങൾ എനിക്കൊരു സഹായം ചെയ്യണം," ഹാംലെറ്റ് തൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു. "ഹാംലെറ്റ്, അങ്ങേക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്?" ഹൊറോഷിയോയുടെ ആ ചോദ്യത്തിൽ ആത്മാർത്ഥത നിറഞ്ഞിരുന്നു. "നാടകം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ക്ലൗഡിയസിൻ്റെ മുഖഭാവം ശ്രദ്ധിക്കണം." ഹൊറോഷിയോ അപ്രകാരം ചെയ്യാമെന്നേറ്റു. പിതാവിൻ്റെ പ്രേതം തന്നെ അറിയിച്ചത് ശരിയാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. തൻ്റെ അടുത്ത സുഹൃത്തായ ഹൊറോഷിയോ തന്നെയാണ് അതിന് ഏറ്റവും അനുയോജ്യം. "ക്ലൗഡിയസിൻ്റെ മുഖത്ത് കുറ്റബോധത്തിൻ്റെ നേരിയൊരു ഛായയെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് കണ്ടുപിടിക്കും," ഹൊറോഷിയോ ഹാംലെറ്റിന് ഉറപ്പു നൽകി. പ്രഭുക്കന്മാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും വലിയൊരു നിര തന്നെ ഹാളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. നാടകം ആരംഭിക്കുവാൻ പോവുകയാണ്. "ഞാൻ ഭ്രാന്തനായി നടിക്കും, നിങ്ങൾ അത് കണ്ട് പരിഭ്രമിക്കരുത്," ഹൊറോഷിയോയ്ക്ക് ഹാംലെറ്റ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ സമയം ക്ലൗഡിയസ് ഹാംലെറ്റിൻ്റെ സമീപത്തേക്ക് വന്നു. "കുമാരൻ, ഇപ്പോൾ എന്തു തോന്നുന്നു?" വളരെ മയത്തിലാണ് ഹാംലെറ്റിനോട് ക്ലൗഡിയസ് അപ്രകാരം ചോദിച്ചത്. എന്നാൽ ഒരു തികഞ്ഞ ഭ്രാന്തനെ പോലെയാണ് ഹാംലെറ്റ് മറുപടി നൽകിയത്. "എത്ര മഹത്തരം! ഞാൻ ഓന്തിൻ്റെ സദ്യ കഴിക്കുന്നു, ഞാൻ വായു ഭക്ഷിക്കുന്നു." ഹാംലെറ്റ് പറഞ്ഞത് കേട്ട് അദ്ദേഹത്തിൻ്റെ ഭ്രാന്ത് വർദ്ധിച്ചുവെന്ന് ക്ലൗഡിയസിന് തോന്നി. പൊളോണിയസിനെയും ഒഫേലിയയെയും കണ്ട ഹാംലെറ്റിൻ്റെ കണ്ണുകൾ തിളങ്ങി. "ഒരു നടനെന്ന നിലയിലുള്ള നിങ്ങളുടെ ചരിത്രം വിശദമാക്കൂ," ഹാംലെറ്റ് പൊളോണിയസിനോട് ആവശ്യപ്പെട്ടു. ഹാംലെറ്റ് പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കി പൊളോണിയസ് അയാളുടെ ഭ്രാന്ത് വർദ്ധിച്ചിരിക്കുന്നുവെന്ന് തന്നെ തീർച്ചപ്പെടുത്തി.
അപ്പോൾ വളരെ പരുഷമായ ശൈലിയിൽ ഒഫേലിയയെ കുത്തിനോവിക്കുവാൻ പറ്റിയ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നിറഞ്ഞ സംസാരം ഹാംലെറ്റ് തുടരുകയായിരുന്നു. ഒഫേലിയയുടെ കണ്ണുകളിൽ ഭയവും അതിലുപരി ദുഃഖവും ഒരുപോലെ നിറഞ്ഞു. നാടകം ആരംഭിച്ചു കഴിഞ്ഞു. എല്ലാവരുടെയും ശ്രദ്ധ നാടകത്തിലായി. ഒരു രാജാവിൻ്റെയും രാജ്ഞിയുടെയും പ്രണയകഥ മൂകാഭിനയത്തിലൂടെ അവതരിപ്പിക്കുകയാണ് ആദ്യത്തെ രംഗത്തിൽ നടന്മാർ ചെയ്യുന്നത്. തൻ്റെ പ്രേമപുരസ്സരമായ സമീപനം കൊണ്ട് രാജ്ഞി രാജാവിൻ്റെ മനം മയക്കിയെടുക്കുന്നു. പിന്നെ സാവധാനം അദ്ദേഹത്തിൻ്റെ ശിരസ് തൻ്റെ മടിയിലേക്ക് ചായ്ക്കുന്നു. രാജ്ഞിയുടെ മൃദുലമായ വിരലുകൾ രാജാവിൻ്റെ മുടിയിഴകളിലൂടെ പാഞ്ഞു നടക്കുന്നു. ഏതോ ആത്മനിർവൃതിയിൽ എന്ന പോലെ രാജാവ് നിദ്രയിലേക്ക് വഴുതി വീഴുന്നു. ഈ ഭാഗം കാണികൾക്ക് നന്നേ രസിച്ചു. എല്ലാവരും കണ്ണിമ ചിമാതെ അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുകയാണ്. അടുത്ത നിമിഷം ഗാഠനിദ്രയിലാണ്ട രാജാവിൻ്റെ ശിരസ് രാജ്ഞി തൻ്റെ മടിയിൽ നിന്നും മാറ്റിവെക്കുന്നു. എന്നിട്ട് ഉദ്യാനത്തിലെ ചെടികൾക്കിടയിലേക്ക് അപ്രത്യക്ഷയാകുന്നു. അധികം താമസിച്ചില്ല. ക്രൂരമായ മുഖഭാവമുള്ള ഒരു മനുഷ്യൻ ഒരു പാത്രം നിറയെ വിഷവുമായി എത്തുന്നു. ഉറങ്ങിക്കിടക്കുന്ന രാജാവിൻ്റെ ചെവിയിലേക്ക് ആ വിഷം ഒഴിക്കുന്നു. മരണവെപ്രളയത്തോടെ കൈകാലുകളിട്ടടിച്ചതിനു ശേഷം രാജാവ് ജീവൻ വെടിയുന്നു. തുടർന്ന് ആ പൈശാചിക പ്രവൃത്തി ചെയ്തയാൾ രാജ്ഞിയെ വശീകരിക്കുവാൻ ശ്രമിക്കുന്നു. ആദ്യമൊന്നും രാജ്ഞിയുടെ ഭാഗത്തു നിന്നും അനുകൂല നിലപാടുകൾ ഉണ്ടാകുന്നില്ല എങ്കിലും പിന്നീട് അവർ പ്രലോഭനങ്ങൾക്ക് വശംവദയാകുന്നു. ഈ നാടകം അവതരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹാംലെറ്റ് നിരവധി വിശദീകരണങ്ങൾ പിന്നണിയിൽ നിന്നും നൽകിക്കൊണ്ടിരുന്നു. ഇടയ്ക്ക് പരോക്ഷമായി ഒഫേലിയയെ കളിയാക്കുവാനും ഹാംലെറ്റ് മറന്നില്ല. വെളിച്ചം, വെളിച്ചം! ക്ലൗഡിയസ് രാജാവിൻ്റെ വധം കണ്ടപ്പോൾ തന്നെ ഭയചകിതനായി. അയാൾ അന്ധകാരത്തെ ഭയപ്പെട്ടു. ഏതോ ഭ്രാന്തമായ അവസ്ഥയിലെന്നതുപോലെ അയാൾ വെളിച്ചത്തിനു വേണ്ടി അലമുറയിട്ടു. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നാടകാവതരണം നിലച്ചു. നിരവധി ദീപങ്ങൾ ഹാളിൽ പ്രകാശിച്ചു. വിയർത്തു കുളിച്ച ക്ലൗഡിയസ് എന്തൊക്കെയോ പുലമ്പുന്നുണ്ടായിരുന്നു. പിന്നെ അയാൾ ഒരു കൊടുങ്കാറ്റ് പോലെ പുറത്തേക്ക് പാഞ്ഞുപോയി. സദസ്യരും രാജാവിൻ്റെ പിന്നാലെ പാഞ്ഞു. ക്ലൗഡിയസിൻ്റെ പെട്ടെന്നുള്ള ഭാവമാറ്റം കാണികളെ അമ്പരപ്പിച്ചിരുന്നു. ഹാംലെറ്റും ഹൊറോഷ്യോയും പരസ്പരം നോക്കി. അവർക്കെല്ലാം മനസ്സിലായിരുന്നു. അപ്പോഴും ഹാംലെറ്റ് തൻ്റെ ഭ്രാന്തമായ ചെയ്തികൾ അവസാനിപ്പിച്ചിരുന്നില്ല. അർത്ഥശൂന്യമായ കവിതകൾ ചൊല്ലുകയും നിരർത്ഥകമായ ആംഗ്യവിക്ഷേപങ്ങൾ കാണിക്കുകയും ചെയ്തുകൊണ്ട് തൻ്റെ അവസ്ഥയെ കൂടുതൽ തീവ്രമാക്കാൻ ഹാംലെറ്റ് പരിശ്രമിച്ചു. അങ്ങയെ പ്രിയ മാതാവ് വിളിക്കുന്നു, റോസൻക്രാൻസും ഗിൽഡൻസ്റ്റേണും ഹാംലെറ്റിനോട് പറഞ്ഞു. അങ്ങേക്ക് ഇപ്പോൾ സൗഖ്യം തോന്നുന്നുണ്ടോ? റോസൻക്രാൻസ് ഇതിനിടയിൽ വളരെ ഭവ്യതയോടെ ചോദിച്ചു. എന്നാൽ ഹാംലെറ്റിൻ്റെ തുറിച്ച കണ്ണുകളിൽ തീവ്രമായ കോപം നിറയുന്നത് കണ്ട് അദ്ദേഹം ഭയചകിതനായി. ഹാംലെറ്റിൻ്റെ മനസ്സിലേക്ക് ദേഷ്യം ഇരച്ചു കയറി. നിങ്ങൾ എന്നെ വെറുമൊരു സംഗീതോപകരണമാക്കി കളിപ്പിക്കുകയാണ്, വളരെ കർക്കശമായ സ്വരത്തിൽ ഹാംലെറ്റ് തൻ്റെ മുമ്പിൽ നിന്ന റോസൻക്രാൻസിനോടും ഗിൽഡൻസ്റ്റേണിനോടും പറഞ്ഞു. നിങ്ങളുടെ ഉദ്ദേശം എനിക്കറിയാം, ഹാംലെറ്റ് രൂക്ഷമായ നോട്ടത്തിനു ശേഷം ഇരുവരെയും അറിയിച്ചു. ഹാംലെറ്റ്, താങ്കളെ ഞാൻ രാജ്ഞിയുടെ അടുത്തേക്ക് കൊണ്ടുപോകാം. ഈ സഹായ വാഗ്ദാനവുമായി പൊളോണിയസ് എത്തി. ഞാൻ ഇപ്പോൾ തന്നെ അവരുടെ അടുത്തേക്ക് പോകുന്നു. എനിക്ക് അവരോട് ചില കാര്യങ്ങൾ സ്വകാര്യമായി പറയാനുണ്ട്, ഹാംലെറ്റ് പ്രതിവചിച്ചു. എൻ്റെ വാക്കുകൾ കഠാരമുനകൾ പോലെയായിരിക്കും, പക്ഷേ അവർക്കെതിരെ ആ കഠാരകൾ ഞാൻ ഉപയോഗിക്കുകയില്ല, നിഗൂഢമായ ശൈലിയിൽ ഹാംലെറ്റ് തുടർന്നു. ഈ സമയം കൊട്ടാരത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് ക്ലൗഡിയസ് കൂടെയുള്ള റോസൻക്രാൻസ്, ഗിൽഡൻസ്റ്റേൺ എന്നിവരുമായി സംസാരിക്കുകയായിരുന്നു. ഹാംലെറ്റിൻ്റെ ഭ്രാന്ത് അപകടകരമായിരിക്കുന്നു. വളരെയധികം അസ്വസ്ഥനായിട്ടാണ് ക്ലൗഡിയസ് അപ്രകാരം പറഞ്ഞത്. അയാളെ നാം ഇംഗ്ലണ്ടിലേക്ക് അയക്കുന്നു. നിങ്ങൾ ഇരുവരും അയാളെ അനുഗമിക്കണം. അത്രയും പറഞ്ഞപ്പോഴേക്കും ക്ലൗഡിയസിൻ്റെ മുഖത്ത് നിഗൂഢമായൊരു പൈശാചിക ഭാവം നിറഞ്ഞു. ഞങ്ങൾ തയ്യാർ പ്രഭു. കപ്പൽ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾക്കായി ഇരുവരും നീങ്ങി. തുടർന്ന് പൊളോണിയസ് ക്ലൗഡിയസിൻ്റെ അടുത്തേക്ക് വന്നു. ഹാംലെറ്റ് രാജ്ഞിയുടെ കൊട്ടാരത്തിലേക്ക് വരുന്നു. പൊളോണിയസ് രാജ്ഞിയുടെ അന്തഃപുരത്തിൽ മറഞ്ഞിരുന്ന് ഹാംലെറ്റും മാതാവും തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിക്കുവാൻ തീരുമാനിച്ചു. ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങളെല്ലാം ഉടൻ തന്നെ അങ്ങയെ അറിയിക്കാം. പൊളോണിയസിൻ്റെ ഈ വാക്കുകൾ ശ്രവിച്ച ക്ലൗഡിയസിന് അല്പം ആശ്വാസമായി.
പൊളോണിയസ് അന്തഃപുരത്തിലേക്ക് നീങ്ങിയപ്പോൾ ക്ലൗഡിയസ് തീവ്രമായ കുറ്റബോധത്താൽ നീറിപ്പുകയുവാൻ തുടങ്ങി. താൻ എന്താണ് ചെയ്തതെന്ന് ക്ലൗഡിയസ് സ്വയം ചോദിച്ചു. താൻ ചെയ്തത് വളരെ ഭീകരമായ ഒരു കാര്യമാണ്. സ്വന്തം സഹോദരനെ വധിച്ച് അവൻ്റെ ഭാര്യയെ സ്വന്തമാക്കുക, അവൻ്റെ സിംഹാസനവും കിരീടവും കൈവശപ്പെടുത്തുക. ആദ്യം മുതൽക്കേയുള്ള ഈ പാപത്തിൻ്റെ പിന്തുടർച്ചക്കാരായി താനുമിതാ ആ കൊടുംപാതകം ചെയ്തിരിക്കുന്നു. എന്നോട് ക്ഷമിക്കൂ. ക്ലൗഡിയസ് ആരോടൊന്നില്ലാതെ ക്ഷമ ചോദിച്ചുകൊണ്ടിരുന്നു. പക്ഷേ വിജനമായ ആ മുറിയിൽ അയാളുടെ ജൽപ്പനങ്ങൾ ശ്രദ്ധിക്കുവാനായി ആരും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ക്ലൗഡിയസിൻ്റെ മുഖഭാവം മാറി. താൻ വളരെ ബുദ്ധിമുട്ടിയാണ് സിംഹാസനവും രാജ്ഞിയെയും സ്വന്തമാക്കിയത്. ഇനി അവ ഉപേക്ഷിക്കുവാൻ എനിക്ക് കഴിയില്ല. പെട്ടെന്ന് പശ്ചാത്താപം വീണ്ടും ക്ലൗഡിയസിൽ കടന്നുകൂടി. വിവിധ ചിന്തകളാൽ അയാൾ ആകെ വലഞ്ഞു. തുടർന്ന് അയാൾ കണ്ണീരോടെ കൈകൾ കൂപ്പിക്കൊണ്ട് തറയിൽ മുട്ടുകുത്തി നിന്നു. ക്ലൗഡിയസിൻ്റെ ഇരുനേത്രങ്ങളിൽ നിന്നും കണ്ണീർ ധാരധാരയായി ഒഴുകുന്നുണ്ടായിരുന്നു. ഹാംലെറ്റ് സാവധാനം ആ മുറിയിലേക്ക് കയറി വന്നു. രഹസ്യമായി ആ പിശാചിനെ വധിക്കണം. ഈ കണക്കുകൂട്ടലുമായാണ് ഹാംലെറ്റ് ആ മുറിയിലേക്ക് വന്നത്. എന്നാൽ ഒരു നിമിഷം ഹാംലെറ്റ് പകച്ചു നിന്നു. അയാൾ പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം ഞാൻ അയാളെ വധിച്ചാൽ? ഹാംലെറ്റ് ചിന്തിച്ചു. തീർച്ചയായും പശ്ചാത്താപ വിവശനായി പ്രാർത്ഥനയിൽ മുഴുകി നിൽക്കുന്ന ക്ലൗഡിയസിനെ ഇപ്പോൾ വധിക്കാനാവില്ല. അയാളുടെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് അയക്കുവാൻ ഹാംലെറ്റ് തയ്യാറല്ല. നിത്യമായ നരകാഗ്നിയിൽ നീറിപ്പുകയേണ്ടവനാണ് ക്ലൗഡിയസ്. തൻ്റെ പിതാവിന് പാപങ്ങളെപ്പറ്റി ചിന്തിച്ചു മാപ്പിരക്കുവാനുള്ള ചെറിയൊരു അവസരം പോലും ഇയാൾ നൽകിയില്ല. നിദ്രയിൽ മരണമടയേണ്ടി വന്ന തൻ്റെ പ്രിയ പിതാവിനെപ്പറ്റി ഓർമ്മിച്ച ഹാംലെറ്റിൻ്റെ ഹൃദയം വിങ്ങിക്കരഞ്ഞു. നിങ്ങൾ പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൈകളാൽ വധിക്കപ്പെടും. ഹാംലെറ്റ് പിറുപിറുത്തു. തീവ്രമായ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന ക്ലൗഡിയസ് ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. മദ്യപിക്കുമ്പോൾ, കോപിഷ്ഠനാകുമ്പോൾ, അതുമല്ലെങ്കിൽ കാമാസക്തനാകുമ്പോൾ നീ വധിക്കപ്പെടും. അതെ, പാപത്തിൻ്റെ നിമിഷങ്ങളിൽ നിന്നെ ഞാൻ നരകത്തിലേക്ക് അയക്കും, ഹാംലെറ്റ് മനസ്സിൽ പറഞ്ഞു. ഹാംലെറ്റ് പുറത്തുപോയി അല്പസമയം കഴിഞ്ഞപ്പോൾ ക്ലൗഡിയസ് തൻ്റെ പ്രാർത്ഥനയിൽ നിന്നും ഉണർന്നു. ഇല്ല, എനിക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ പോലും ഈ ക്ലൗഡിയസിനാവില്ല, അയാൾ ഗദ്ഗതത്തോടെ പറഞ്ഞു. ആ വാക്കുകളിൽ കൊടിയ നിരാശ നിഴലിച്ചിരുന്നു. എൻ്റെ വാക്കുകൾ മേൽപോട്ടുയരുന്നു, പക്ഷേ എൻ്റെ ചിന്തകൾ ഇവിടെ താഴെ തന്നെ. വിദൂരതയിലേക്ക് മിഴികൾ പായിച്ചുകൊണ്ട് ക്ലൗഡിയസ് വിലപിച്ചു. ഈ സമയം ജൈത്രൂദിൻ്റെ ചേംബറിൽ പൊളോണിയസും ജൈത്രൂദും ഹാംലെറ്റിൻ്റെ വരവും പ്രതീക്ഷിച്ച് ഇരിക്കുകയാണ്. ഞാനിവിടെ മറഞ്ഞിരിക്കാം. ഭവതിയോടുള്ള സംഭാഷണത്തിൽ നിന്നും ഹാംലെറ്റിൻ്റെ വിചിത്ര സ്വഭാവത്തിൻ്റെ കാരണം കണ്ടെത്താം, പൊളോണിയസ് രാജ്ഞിയോട് പറഞ്ഞു. പൊളോണിയസ് മറഞ്ഞ ഉടനെ തന്നെ ഹാംലെറ്റ് പാഞ്ഞു വന്നു. നിങ്ങൾ എന്തിനാണ് എന്നെ വിളിപ്പിച്ചത്? യാതൊരു മയവുമില്ലാതെ വളരെ പരുഷമായ ശൈലിയിലാണ് ഹാംലെറ്റ് അപ്രകാരം ചോദിച്ചത്. ഹാംലെറ്റ്, നീ പിതാവിനെ അസ്വസ്ഥനാക്കിയിരിക്കുന്നു, രണ്ടാനച്ഛനായ ക്ലൗഡിയസിനെ ഉദ്ദേശിച്ച് ജൈത്രൂദ് ഹാംലെറ്റിനോട് പറഞ്ഞു. ക്ലൗഡിയസിനെ വിവാഹം കഴിക്കുക വഴി നിങ്ങളാണ് എൻ്റെ പിതാവിനെ അസ്വസ്ഥനാക്കിയിരിക്കുന്നത്. തൻ്റെ മരണമടഞ്ഞ പിതാവിനെ മനസ്സിൽ കണ്ടുകൊണ്ട് ഹാംലെറ്റ് പറഞ്ഞു. ദുഷ്ടയായ നിങ്ങൾ ഒരു കൊടും പാപമാണ് ചെയ്തിരിക്കുന്നത്, ഹാംലെറ്റ് അലറി. ജൈത്രൂദ് അപകടം മണത്തു. അവർ സഹായത്തിനായി നിലവിളിച്ചു. ഓടിവരൂ, രാജ്ഞിയെ ഹാംലെറ്റ് വധിക്കുവാൻ പോകുന്നു. മറഞ്ഞിരുന്ന പൊളോണിയസും അറിയാതെ നിലവിളിച്ചുപോയി. ക്ലൗഡിയസാണ് അവിടെ മറഞ്ഞിരിക്കുന്നതെന്നാണ് ഹാംലെറ്റ് കരുതിയത്. ഹേ, ഇവിടെ ഒരു എലി! ഇപ്രകാരം അട്ടഹസിച്ചുകൊണ്ട് ഹാംലെറ്റ് തൻ്റെ വാൾ പൊളോണിയസിൻ്റെ നെഞ്ചിലൂടെ താഴ്ത്തി. നീ എന്താണ് ഈ ചെയ്തത്? നടുങ്ങി വിറച്ചുകൊണ്ട് രാജ്ഞി ജൈത്രൂദ് ചോദിച്ചു. ഞാൻ അയാളെ വധിച്ചു, വളരെ ലാഘവത്തോടെ ഹാംലെറ്റ് മറുപടി പറഞ്ഞു. നീ എന്തിനീ നീചകൃത്യം ചെയ്തു? രാജ്ഞിയുടെ ശബ്ദത്തിൽ വിറയൽ ബാധിച്ചിരുന്നു. ഭർത്താവിനെ വധിച്ച് ഭർത്തൃ സഹോദരനെ വിവാഹം കഴിക്കുന്നതിനേക്കാൾ പൈശാചികത ഇതിനുണ്ടോ? ഹാംലെറ്റ് ഒരു മറുചോദ്യമെറിഞ്ഞു. ജഡം വലിച്ചു പുറത്തേക്കിട്ട ഹാംലെറ്റ് ഒരു നിമിഷം അസ്വസ്ഥനായി. താൻ വധിച്ചിരിക്കുന്നത് രാജാവിനെയല്ല, അതിക്രമിച്ചു കയറിയ വയസ്സൻ വിഡ്ഢി. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് പൊളോണിയസിന് ഹാംലെറ്റ് യാത്രാമംഗളങ്ങൾ ആശംസിച്ചു. എൻ്റെ പിതാവിൻ്റെ സ്ഥാനത്ത് നീചനായ ക്ലൗഡിയസിനെ സങ്കല്പിക്കുവാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? ഹാംലെറ്റ് വീണ്ടും അലറി. ആ കണ്ണുകളിൽ നിന്നും തീപ്പൊരി ചിതറി. നിർത്തു ഹാംലെറ്റ്, ദയവായി സംസാരം നിർത്തു, രാജ്ഞി കേണപേക്ഷിച്ചു. അല്പനിമിഷങ്ങൾക്കുള്ളിൽ ഹാംലെറ്റിൻ്റെ പിതാവിൻ്റെ പ്രേതം അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഹാംലെറ്റ് പിതാവുമായി സംസാരിക്കുന്നുവെന്ന് ജൈത്രൂദ് മനസ്സിലാക്കിയില്ല. പ്രേതത്തിനെ രാജ്ഞിക്ക് കാണുവാനായില്ല.
ശൂന്യതയിലേക്ക് നോക്കി സംസാരിച്ചു കൊണ്ടിരുന്ന ഹാംലെറ്റ് കടുത്ത വിഭ്രാന്തിയിലാണെന്ന് അവർക്ക് തോന്നി. ഹാംലെറ്റ്, നീ ഇനിയും പ്രതികാരം ചെയ്തിട്ടില്ല, പിതാവ് ഹാംലെറ്റിനെ ഓർമ്മിപ്പിച്ചു. ക്ലൗഡിയസിനെ വധിക്കുക എന്നതാണ് ഹാംലെറ്റിൻ്റെ ചുമതല. അതിനിയും നിറവേറ്റപ്പെട്ടിട്ടില്ല. പിതാവ് മറഞ്ഞപ്പോൾ ഹാംലെറ്റ് രാജ്ഞിയുടെ നേർക്ക് തിരിഞ്ഞു. എനിക്ക് ഭ്രാന്തില്ല, ഞാൻ ഭ്രാന്ത് അഭിനയിക്കുകയായിരുന്നു. എന്നാൽ താനത് വിശ്വസിക്കുകയില്ല എന്ന് ജയത്രൂദിൻ്റെ മുഖം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾ സ്വന്തം മനസാക്ഷി വീണ്ടെടുക്കണം, ക്ലൗഡിയസിനെ നിങ്ങൾ ഉപേക്ഷിക്കണം, വളരെ കടുപ്പമേറിയ സ്വരത്തിൽ ഹാംലെറ്റ് ആവശ്യപ്പെട്ടു. ജയത്രൂദിൻ്റെ മനസ്സിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. ഹാംലെറ്റ് സുബോധത്തോടെയാണ് ഇത് പറഞ്ഞതെന്ന് ജയത്രൂദിന് ബോധ്യമായി. ആ സത്യം വെളിവായപ്പോൾ അവർ ആകെ തകർന്നുപോയി. ഹാംലെറ്റിൻ്റെ മുമ്പിൽ കൂപ്പുകൈകളോടെ ആ മാതാവ് നിന്നു. നീ പറയുന്നതെല്ലാം ഞാൻ അനുസരിക്കാം മോനെ, ഹൃദയമുരുകി കരഞ്ഞുകൊണ്ട് അവർ ഹാംലെറ്റിനോട് പറഞ്ഞു. എൻ്റെ ഭ്രാന്ത് നാട്യമാണെന്ന് ദുഷ്ടനായ ആ ക്ലൗഡിയസ് അറിയരുത്. അതായിരുന്നു ഹാംലെറ്റിൻ്റെ ആവശ്യം. തൻ്റെ മാതാവിനോട് താൻ പ്രതികാരം ചെയ്യില്ല, പക്ഷേ ദുഷ്ടനായ ക്ലൗഡിയസിനെ താൻ ഇല്ലാതാക്കും, ഹാംലെറ്റ് മനസ്സിലുറപ്പിച്ചു. ഇംഗ്ലണ്ടിലേക്ക് പോകുവാൻ ക്ലൗഡിയസ് എന്നോട് ആജ്ഞാപിച്ചിരിക്കുന്നു. ഞാനതിൽ അപകടം ദർശിക്കുന്നു, ഹാംലെറ്റ് വളരെ പതിഞ്ഞ ശബ്ദത്തിൽ മാതാവിനോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിശ്ചയദാർഢ്യം സ്ഫുരിച്ചിരുന്നു. ജയത്രൂദ് ക്ലൗഡിയസിൻ്റെ മുറിയിലേക്ക് പാഞ്ഞു. ഹാംലെറ്റിൻ്റെ ഭ്രാന്ത് അനിയന്ത്രിതമായിരിക്കുന്നു, അവൻ പൊളോണിയസിനെ വധിച്ചിരിക്കുന്നു. ഭയചകിതമായ മിഴികളോടെ ജയത്രൂദ് ക്ലൗഡിയസിൻ്റെ മുമ്പിൽ ഹാംലെറ്റിൻ്റെ ചെയ്തികൾ വിവരിച്ചു. എനിക്ക് പകരം പൊളോണിയസ്, താനായിരുന്നു അവിടെ മറഞ്ഞിരുന്നുവെങ്കിൽ? ക്ലൗഡിയസ് നടുങ്ങി. ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കും? അയാൾ ചിന്താക്കുഴപ്പത്തിലായി. ഉടൻ തന്നെ ഹാംലെറ്റിനെ ഇംഗ്ലണ്ടിലേക്ക് നാടുകടത്തണം. പിന്നീട് അതിൻ്റെ കാരണങ്ങൾ പൊതുജനമധ്യത്തിൽ അവതരിപ്പിക്കണം, ക്ലൗഡിയസ് തീരുമാനിച്ചു. ഈ സമയം പൊളോണിയസിൻ്റെ ജഡം ഹാംലെറ്റ് മറവ് ചെയ്തു കഴിഞ്ഞിരുന്നു. ശരീരം രാജാവിനോടൊപ്പമുണ്ട്, പക്ഷേ രാജാവ് ശരീരത്തിനോടൊപ്പമില്ല. പൊളോണിയസിൻ്റെ ജഡത്തെപ്പറ്റി മറ്റുള്ളവർ അന്വേഷിച്ചപ്പോൾ ഹാംലെറ്റ് പറഞ്ഞത് ഇങ്ങനെയാണ്. ചാരന്മാർ. റോസൻക്രാൻസിനെയും ഗിൽഡൻസ്റ്റേണിനെയും ചൂണ്ടി ഹാംലെറ്റ് പറഞ്ഞു. ക്ലൗഡിയസിൻ്റെ ദുഷ്ടവിചാരങ്ങൾക്ക് പിന്തുണ നൽകുന്നവർ. കാര്യം കഴിയുമ്പോൾ ക്ലൗഡിയസ് അവരെ വലിച്ചെറിയുമെന്ന് ഹാംലെറ്റിന് ഉറപ്പുണ്ട്. പൊളോണിയസ് വധിക്കപ്പെട്ടിരിക്കുന്നു, രാജാവ് വെളിപ്പെടുത്തി. ജനങ്ങൾ അത് കേട്ട് അന്താളിച്ചു. അതിനാൽ നാം ഹാംലെറ്റിനെ ഇംഗ്ലണ്ടിലേക്ക് അയക്കുന്നു. പ്രജകൾക്ക് കാര്യം മനസ്സിലായി. ഭ്രാന്ത് പിടിച്ച ഹാംലെറ്റ് കുമാരൻ പൊളോണിയസ് പ്രഭുവിനെ വധിച്ചിരിക്കുന്നു. എവിടെ പൊളോണിയസിൻ്റെ ശരീരം? രാജാവ് ഹാംലെറ്റിനോട് ചോദിച്ചു. ഭ്രാന്ത് അഭിനയിച്ചുകൊണ്ട് ഹാംലെറ്റ് പറഞ്ഞു. അത് പുഴുക്കൾക്ക് ആഹാരമായി. നിങ്ങൾ സ്വർഗത്തിലേക്ക് ഒരു സന്ദേശവാഹകനെ അയച്ച് പൊളോണിയസ് അവിടെയുണ്ടോ എന്ന് തരേ. ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ നരകത്തിൽ അന്വേഷിക്കൂ. പരിഹാസശരങ്ങൾ ഹാംലെറ്റിൽ നിന്നും ഉതിർന്നു വീണുകൊണ്ടിരുന്നു. അവസാനം പൊളോണിയസിൻ്റെ ജഡം കോണിപ്പടിയുടെ അടിയിലുണ്ടെന്ന് ഹാംലെറ്റ് വെളിപ്പെടുത്തി. ഹാംലെറ്റ് മറഞ്ഞപ്പോൾ ക്ലൗഡിയസ് ഒരു ഗൂഢമായി പുഞ്ചിരിച്ചു. ഹാംലെറ്റിനോടൊപ്പം നൽകുന്ന സന്ദേശത്തിൽ ഹാംലെറ്റിനെ വധിക്കുവാൻ അഭ്യർത്ഥിച്ചിരിക്കുന്നു. ഹഹ, ഇംഗ്ലണ്ടിലെത്തുമ്പോൾ അവൻ വധിക്കപ്പെടും. ആ ചിന്ത ക്ലൗഡിയസിന് ആശ്വാസം പകർന്നു. ഹാംലെറ്റ് തുടരും.